ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിനിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയ SIT. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അറസ്റ്റിലായത് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ ഗൂഢാലോചന നടത്തിയെന്ന് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തൽ. പത്മകുമാർ കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും CPIM-നെയും കടുത്ത പ്രതിരോധത്തിലാക്കി പത്മകുമാറിന്റെ അറസ്റ്റ്. വിലങ്ങുവീണ പത്മകുമാർ CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ കോന്നി MLA-യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് 2019 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്. പത്മകുമാറിന്റെ അറസ്റ്റോടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആരോപണ ശരങ്ങൾ തൊടുത്തു പ്രതിപക്ഷം. ഇനി ചോദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെ എന്ന് VD സതീശൻ. കൊള്ളയിൽ VN വാസവനും പങ്കെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ അറിവോടെയുള്ള കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല. CPIM നേരിട്ട് നടത്തിയ അഴിമതിയെന്ന് BJP. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിൽ പത്മകുമാറിനെ തള്ളാതെയും കൊള്ളാതെയും CPIM. അറസ്റ്റിലൂടെ വ്യക്തമായത് സർക്കാരിന്റെ നയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി പ്രതിരോധത്തിലാകില്ല, പാർട്ടിയുടെ കൈകൾ ശുദ്ധമെന്നും MV ഗോവിന്ദൻ. ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്ക്. ഞങ്ങൾ കൈ ശുദ്ധമാണെന്നും ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഭയപ്പെടേണ്ട കാര്യം? ഞങ്ങൾക്ക് എന്തിനാ ഭയം? പത്മകുമാറിനെതിരായ തുടർ നടപടിയിൽ തീരുമാനം വിശദാംശം അറിഞ്ഞ ശേഷമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിലെ രാഷ്ട്രപതി റഫറൻസിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന തീർപ്പ്. രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ച് വിധി തള്ളി ഭരണഘടനാ ബെഞ്ച്. ബില്ലുകൾ അകാരണമായി തടഞ്ഞു വെക്കുന്നത് ഫെഡറലിസത്തിന് വിരുദ്ധം. നടപടിയിൽ അനിശ്ചിതമായ കാലതാമസമുണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്നും പരമോന്നത നിരീക്ഷണം. नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा. धन्यवाद. ബിഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന് 10-ാം ഊഴം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് NDA സർക്കാർ. പട്ന ഗാന്ധി മൈതാനിയെ ആൾക്കടലാക്കി ചടങ്ങ്. പ്രധാനമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ. തിരുവനന്തപുരത്തിന് പിന്നാലെ തൃശൂരിലും പ്രമുഖരെ ഇറക്കി കോൺഗ്രസിന്റെ സുപ്രധാന നീക്കം. അടാട്ട് പഞ്ചായത്തിൽ അനിൽ അക്കര സ്ഥാനാർത്ഥി. മുൻ MLA കളത്തിലിറക്കിയത് പഞ്ചായത്ത് തിരികെ പിടിക്കാൻ. കോൺഗ്രസിന് തിരിച്ചുവരാൻ തന്റെ പുറം ചവിട്ടുപടിയായി മാറുമെങ്കിൽ അതിനും തയ്യാറെന്ന് അനിൽ അക്കര. കോഴിക്കോട് കോർപ്പറേഷനിൽ VM വിനുവിന് പകരക്കാരനായി താര സ്ഥാനാർത്ഥിയില്ല. കല്ലായി ഡിവിഷനിൽ ബൈജു കാളക്കണ്ടി UDF സ്ഥാനാർത്ഥി. VM വിനു താരപ്രചാരകനായി എത്തുമെന്ന് കോൺഗ്രസ്. വിനുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടാത്തത് പാർട്ടിയുടെ ജാഗ്രത കുറവ് മൂലമെന്ന് K. മുരളീധരൻ. തെക്കൻ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. അർഹമായ സീറ്റുകൾ നൽകണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട ലീഗ് നേതൃത്വം. തുടർ നീക്കം കോൺഗ്രസ് നിലപാട് അറിഞ്ഞ ശേഷമെന്ന് PMS സലാം ന്യൂസ് മലയാളത്തോട്. പാലക്കാട് മണ്ണാർക്കാട് CPIM-ന് തലവേദനയായി PK ശശി അനുകൂലികൾ. നഗരസഭയിൽ 10 സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ജനകീയ മതേതര മുന്നണി. ആര് മത്സരിച്ചാലും ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് CPIM. മത്സരത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് PK ശശി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെ വെട്ടിലാക്കി സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ. മുനമ്പം മുതൽ കോശി കമ്മീഷൻ റിപ്പോർട്ട് വരെ എണ്ണിപ്പറഞ്ഞ് സർക്കാരിനെതിരെ കുറ്റപത്രം. പ്രീണന രാഷ്ട്രീയം ശീലമാക്കിയവർക്ക് തിരിച്ചടി നൽകാൻ ആഹ്വാനം. പത്തനംതിട്ടയിൽ കോൺഗ്രസിനെതിരെ വിധിയെഴുതുമെന്ന് പെന്തക്കോസ്റ്റ് വിഭാഗം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. മരിച്ചത് തിരുവനന്തപുരം ആനാട് സ്വദേശി KV വിനയ. രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല. കിണറ്റിലെ ജലം പരിശോധനയ്ക്കയച്ച ആരോഗ്യവകുപ്പ്.
കോഴിക്കോട് പന്തിരങ്കാവ് ജ്വല്ലറിയിൽ ജീവനക്കാരന് നേരെ പെപ്പർ സ്പ്രേ അടിച്ച് യുവതിയുടെ മോഷണ ശ്രമം. പൂവാട്ടുപറമ്പ് സ്വദേശി സൗദാബിയെ പിടികൂടി പോലീസിലേൽപ്പിച്ച് നാട്ടുകാർ. മോഷണ ശ്രമം സ്വർണം വാങ്ങാനെന്ന വ്യാജേന. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് ഈ മാസം 25-ന് പരിഗണിക്കാൻ മാറ്റി വിചാരണ കോടതി. വിധി പറയുന്ന തീയതിയിൽ ഇന്നും തീരുമാനമായില്ല. 2017 ഫെബ്രുവരിയിൽ നടിയുടെ കാറ് തടഞ്ഞു നിർത്തി ആക്രമിച്ച് നഗ്ന വീഡിയോ പകർത്തിയെന്ന് കേസ്. നടൻ ദിലീപ് 8-ാം പ്രതി. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്ന് സ്വർണം പിടിച്ച കേസിൽ പോലീസിനെതിരെ കസ്റ്റംസ്. പോലീസിന്റെ നടപടി പരിധി വിട്ടുള്ള അധികാര പ്രയോഗമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. വിമാനത്താവളം കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശം. നിയമപരമായ അധികാരം സംരക്ഷിക്കാൻ കോടതി ഇടപെടണമെന്നും കസ്റ്റംസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിൽ വ്യാപക ക്രമക്കേടും അഴിമതിയും. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ നിർണായക കണ്ടെത്തലുമായി വിജിലൻസ്. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് ഗൂഗിൾ പേ വഴി. ആലപ്പുഴയിലും മലപ്പുറത്തും കണ്ണൂരും ക്രമക്കേട്. വി ശിവൻകുട്ടി നല്ല വിദ്യാഭ്യാസ മന്ത്രിയെന്ന് നടി മീനാക്ഷി. പൊതുവിദ്യാഭ്യാസ സംബന്ധിയായ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉന്നയിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നത് കേരളത്തിൽ നല്ല മന്ത്രി ഉള്ളതുകൊണ്ട് കേരള സിലബസിൽ പ്രായോഗിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നും മീനാക്ഷി ഹലോ മലയാളത്തിൽ. വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് ഇത്തരം ഒരു ഉത്തരം അല്ലെങ്കിൽ ചോദിക്കാൻ സാധിക്കുന്നതും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അത്രയും നല്ല പെരുമാറ്റം കൊണ്ടും അല്ലെങ്കിൽ കുട്ടികളോട് അത്ര നന്നായി സംസാരിക്കുന്നു, അദ്ദേഹം തന്നെ മന്ത്രി അപ്പൂപ്പൻ എന്ന് പറയുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള മീനാക്ഷിയുടെ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്ത് മന്ത്രി വി ശിവൻകുട്ടി. ന്യൂസ് മലയാളത്തോട് മീനാക്ഷി പങ്കിട്ട ആശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത് മന്ത്രി. പാഠപുസ്തക പരിഷ്കരണം സാധ്യമാക്കിയത് ഇത്തരം അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച്. നല്ല നിർദ്ദേശങ്ങൾക്ക് നന്ദിയെന്നും ഫേസ്ബുക്ക് കുറിപ്പ്. ലെസ്ബിയൻ പങ്കാളികളായ ആദിലയെയും നൂറയെയും സമൂഹ മാധ്യമത്തിൽ അപമാനിച്ചതിൽ ക്ഷമ ചോദിച്ച് മലബാർ ഗോൾഡ് ഡയറക്ടർ AK ഫൈസൽ. വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ഇരുവർക്കുമെതിരായ ഹേറ്റ് ക്യാമ്പയിനുകൾ അവസാനിപ്പിക്കണമെന്നും AK ഫൈസൽ. കരൂർ ദുരന്തത്തെ തുടർന്ന് നിർത്തിവച്ച സംസ്ഥാന പര്യടനം പുനരാരംഭിക്കാൻ നീക്കവുമായി വിജയ്. സേലത്ത് റാലിക്ക് പോലീസ് അനുമതി തേടി. ഡിസംബർ ആദ്യവാരം പൊതുയോഗം സംഘടിപ്പിക്കാൻ TVK. ആഴ്ചയിൽ 4 പൊതുയോഗങ്ങൾക്ക് പദ്ധതി. ചെങ്കോട്ട സ്ഫോടനത്തിൽ ജയ്ഷെ ബന്ധം ഉറപ്പിച്ച് NIA. അഫ്ഗാനിസ്ഥാൻ സ്വദേശി ഉൾപ്പെടെ 3 ഭീകരരെ തിരിച്ചറിഞ്ഞു. സ്ഫോടനം ആസൂത്രണം ചെയ്തതും നിയന്ത്രിച്ചതും ഇവരെന്ന് വിലയിരുത്തൽ. അഫ്ഗാനിലെ ഭീകരനുമായി ഉമർ നബി നിരന്തരം ആശയവിനിമയം നടത്തിയെന്നും ദേശീയ അന്വേഷണ ഏജൻസി. അൽ ഫലാഹ് സർവകലാശാലയിലെ 100 ഡോക്ടർമാർ നിരീക്ഷണത്തിൽ. ബീഹാറിൽ SIR പരാതികൾ കാക്കം കൂട്ടി തെരഞ്ഞെടുപ്പ് ഫലം. ഏറ്റവും കൂടുതൽ പേരെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളിൽ ജയിച്ചത് NDA സ്ഥാനാർത്ഥികൾ. പുതുതായി കൂടുതൽ പേരെ ചേർത്ത മണ്ഡലങ്ങളിലും NDA. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിജയഗതിയെ നിർണയിച്ചെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. കർണാടക കോൺഗ്രസിൽ അധികാര തർക്കം മുറുകുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കടും പിടുത്തം തുടർന്ന് DK ശിവകുമാർ. കസേര ലക്ഷ്യം വെച്ച് PCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന് സൂചന. തെരുവുനായ ആക്രമണത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ഉത്തരവിറക്കി കർണാടക സർക്കാർ. നായകടിയേൽക്കുന്നവർക്ക് 5000 രൂപ നഷ്ടപരിഹാരം. മരിക്കുകയോ പേവിഷബാധ ഏൽക്കുകയോ ചെയ്താൽ 5 ലക്ഷം രൂപ. പാമ്പുകടിയേറ്റവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ ഉത്തരവ്.
പ്രതിരോധ മേഖലയിൽ സുപ്രധാന നീക്കവുമായി ഇന്ത്യയും അമേരിക്കയും. പുതിയ ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകിയ അമേരിക്ക. അംഗീകാരം $93 മില്യൺ ഇടപാടിന്. നേപ്പാൾ സർക്കാരിനെതിരെ ജൻസി പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. ബാര ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി ഭരണകൂടം. തീരുമാനം സംഘർഷം വീണ്ടും രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നര വർഷം പിന്നിട്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ അരികിലെന്ന സൂചന. ഗാസ സമാധാന കരാറിന്റെ മാതൃകയിൽ 28-ന് വെടിനിർത്തൽ കരാറിന് രൂപരേഖ തയ്യാറെന്ന് റിപ്പോർട്ട്. കരാറിന് ട്രംപ് രഹസ്യമായി അംഗീകാരം നൽകിയെന്നും സൂചന. ലോകമാകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന സൊഹ്റാൻ മംദാനി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നാളെ. നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ. ന്യൂയോർക്കിന്റെ പുരോഗതിക്കായി ആരുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മംദാനി. കൂടിക്കാഴ്ച മംദാനി ആവശ്യപ്പെട്ടതെന്ന് ട്രംപ്. തെക്കൻ ചിലിയിലെ മഞ്ഞുകാറ്റിൽ 5 വിനോദസഞ്ചാരികൾക്ക് ദാരുണാന്ത്യം. അപ്രതീക്ഷിത അപകടം പാറ്റഗോണിയ മേഖലയിലെ ടോറസ് ഡെൽ പെയിൻ ദേശീയ ഉദ്യാനത്തിൽ. കാണാതായ 4 പേരെ രക്ഷപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടി. ഇന്തോനേഷ്യയിലെ സെമേരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ ജാവ ദ്വീപിൽ അതീവ ജാഗ്രത. 13 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പുക പടർന്നെന്ന് റിപ്പോർട്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് പ്രദേശവാസികളെ ഒഴിപ്പിച്ച് സർക്കാർ. നടിപ്പിൻ നായകൻ സൂര്യയ്ക്കൊപ്പം കൈകോർക്കാൻ മലയാളി സംവിധായകൻ ജിത്തു മാധവൻ. സൂര്യ 47 എന്ന് പ്രൊഡക്ഷൻ ടൈറ്റിലിട്ട സിനിമയുടെ ചിത്രീകരണം ഡിസംബർ 8-ന് കേരളത്തിൽ. ചിത്രത്തിൽ നസ്ലിനും നസ്രിയയും ഭാഗമായേക്കും. ആവേശത്തിന് ശേഷമുള്ള ചിത്രത്തിൽ ആരാധക പ്രതീക്ഷ ഏറെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2ാം ടെസ്റ്റിനൊരുങ്ങി ഇന്ത്യ. നിർണായക പോരാട്ടത്തിനായി ഗംഭീറും സംഘവും ഗുവാഹത്തിയിൽ. അവസാന ടെസ്റ്റിന് തുടക്കമാവുക ശനിയാഴ്ച. പരിക്കേറ്റ നായകൻ ശുഭ്മാൻ ഗിൽ കളിച്ചേക്കില്ല. ഡൊണാൾഡ് ട്രംപുമായി ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയ കൂടിക്കാഴ്ചയുടെ വീഡിയോ വൈറൽ. ടു ഗോഡ്സ് എന്ന തലക്കെട്ടോടെ വീഡിയോ പങ്കുവച്ച് വൈറ്റ് ഹൌസ്. റോണോയ്ക്കൊപ്പം ജീവിത പങ്കാളി ജോർജിനെയും.